ഈ വെസ്റ്റേൺ നാഷൻസിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ കടക്കാനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മളെ കൾച്ചറൽ സ്പേസ് ആണ്. ഈ കൾച്ചറൽ സ്പേസ് ഇന്ത്യയിൽ വളരെ സ്ട്രോങ് ആണ്. ഇത് ഓക്കെ. വേറെ രീതിയിലുള്ള ഓപ്പിയമാണ് ഈ ഫോൺ വഴിയുള്ള പുതിയ ഭാവുകത്വമായി ഈ പിള്ളേരിൽ എത്തുന്നത്. ഓക്കെ. ദേ ആർ കംപ്ലീറ്റ്ലി അഡിക്റ്റഡ് ടു ദാറ്റ് സെൻസിബിലിറ്റി. ഈ മുസ്ലിം തീവ്രവാദം ഓൺലൈനായിട്ട് വരുന്നത് പോലെ ഈ സാധനം വരും. ഓക്കെ. തീവ്രവാദത്തിന് തടയാനുള്ള സംവിധാനം നമ്മുടെ കയ്യിലുണ്ട്. ഇതിനെ തടയാനുള്ള സംവിധാനമില്ല. അതിന് ഭരണഘടന എന്താ അനുവദിക്കുന്നുണ്ട്? ഇത് അനുവദിക്കണം. മതപരിവർത്തനം മതപരിവർത്തനം അനുവദിക്കുന്നു. അനുവദിക്കണം. ഇറാൻ കഴിഞ്ഞ അവരുടെ ഏറ്റവും വലിയ അടുത്ത പ്രശ്നം വരുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ന്യൂക്ലിയർ പവറാണ്. നോർത്ത് കൊറിയ ന്യൂക്ലിയർ പവർ തൊട്ട് കളിച്ചാൽ ചിലപ്പം മാത്രമല്ല ഇന്ത്യക്ക് വേണ്ടി നമ്മൾ മലയാളിയൊക്കെ സ്നേഹമുള്ളത് നോർത്ത് ഇന്ത്യക്കാരൊക്കെ ഇന്ത്യക്ക് വേണ്ടി ജിഹാദ് ചെയ്യാൻ തയ്യാറായി നടക്കുന്ന ആളുകളാണ്. അത് എല്ലാം കൂടി വരുമ്പോൾ നമ്മുടെ ആ ഒരു കൾച്ചറിനെ അടിച്ചമർത്താം എന്നുള്ള ഒരു ലക്ഷ്യം, ആ ഒരു ലക്ഷ്യത്തിലേക്ക് അവരെത്താമെന്നാണ് അവരിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് അവരുടെ പരിപാടി. അത്തരത്തിലുള്ള നീക്കങ്ങൾക്കൊക്കെ തടയിടുവാൻ ഉള്ള ബ്രെയിൻ ഇന്ത്യയിലുണ്ട്, ഭരണ നേതൃത്വത്തിനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലേ? നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. അപ്പോൾ മോഡിനെ പോലുള്ള ആളുകൾ കണ്ടിന്യൂ ചെയ്യുന്ന കാലത്തോളം ഉണ്ടാവും. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ന് ലോകം പലതരത്തിലുള്ള പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം, അതല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ചില ഇടങ്ങളിലൊക്കെ തന്നെയുണ്ട്. ലോകത്ത് നോക്കുമ്പോൾ രാഷ്ട്രങ്ങൾ നേരിടുന്ന പ്രതിസന്ധി ഒരു വശത്തുണ്ട്, അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയുണ്ട്, സമൂഹങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയുണ്ട്, അതുപോലെ തന്നെ കുടുംബങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയുമുണ്ട്. ഇന്ന് ഓരോ കുടുംബനാഥനോടും ചോദിക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ആദ്യം വരുന്ന അവരുടെ പ്രശ്നം കുട്ടികളുടെ അനുസരണയില്ലായ്മയാണ്. പുതിയ തലമുറ വഴിതെറ്റി പോകുകയാണോ എന്നുള്ളൊരു സംശയമാണ്. ജെൻ സി എങ്ങോട്ടാണ് പോകുന്നത്? ഇങ്ങനെ പോയാൽ നാളെ എന്താകും അവരുടെ ഭാവി? ഇത്തരത്തിലുള്ള വലിയ ചിന്ത മാതാപിതാക്കളെ ഇന്ന് അലട്ടുന്നുണ്ട്. ഈ വിഷയം നമ്മളിന്ന് ചർച്ച ചെയ്യുകയാണ്. എന്താണ് നമ്മുടെ പുതിയ തലമുറയ്ക്ക് സംഭവിക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ അത് പ്രതിരോധിക്കുവാൻ നമുക്ക് സാധിക്കുമോ? ഏതെങ്കിലും പ്രത്യേക അജണ്ട ഇതിന് പിന്നിലുണ്ടോ? നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകനും അധ്യാപകനുമായ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇപ്പോൾ പല മാതാപിതാക്കളോടും ഞങ്ങൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് മക്കൾ യാതൊരു വിധത്തിലും പറഞ്ഞാൽ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അനുസരണയില്ലാത്ത മക്കളാണ് ഇന്നത്തെ സമൂഹത്തിൽ കൂടുതൽ എന്ന് കേൾക്കുന്നുണ്ട്. ഈ ജെൻസിയും അത് കഴിഞ്ഞിട്ടുള്ള തലമുറയും ഒക്കെ തന്നെ വലിയ രീതിയിൽ മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല, അവരെ കെയർ ചെയ്യുന്നില്ല. അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ MDMA പോലുള്ള മയക്കുമരുന്നുകളിലേക്കൊക്കെ തന്നെ അവർ എക്സ്പോസ്ഡ് ആണ്. അവർ അതിൻ്റെ അടിമകളായി മാതാപിതാക്കളെ ആക്രമിക്കുന്നു. ഇത്തരത്തിലുള്ള ഒട്ടേറെ വിഷയങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയം നമ്മളിന്ന് തിരഞ്ഞെടുത്തതും. എന്താണ് ഇക്കാര്യത്തിൽ അഭിപ്രായം? ഈ കുട്ടികൾ എവിടെയാണ് വഴിതെറ്റുന്നത്? അവരങ്ങനെ ഒരു വഴിതെറ്റുക എന്നൊക്കെ പറയുമ്പോൾ അത് എല്ലാ കാലഘട്ടത്തിലും തൊട്ട് മുമ്പുള്ള സീനിയേഴ്സിന് പാരൻസിന് ഉണ്ടാകുന്ന ഒരു പേടിയാണ്. പേടി മാത്രമാണ്. അപ്പം നിങ്ങളെ അച്ഛനുണ്ടാവും, എന്നെ പറ്റി ഉണ്ടാവും. പിന്നെ എന്നെ നിങ്ങളൊക്കെ ആ രീതിയിൽ മോൾഡ് ചെയ്ത് കൊണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ആയി. അത് എങ്കിൽ പോലും ചില കാര്യങ്ങളായിട്ട് അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് വാപ്പാക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ പേടിയെന്ന് വെച്ചാൽ ഞാൻ ബൈക്ക് ഓടിച്ച് എനിക്ക് എന്താ പറ്റും, നാട്ടുകാർക്ക് എന്താ പറ്റും എന്നുള്ള പേടിയായിരുന്നു. എനിക്കാണെങ്കിൽ ഈ ബൈക്ക് അന്ന് ഭയങ്കര ക്രൈസാണ്. നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടോ? അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ്. ഞാൻ പാട്ട് കേട്ടുകൊണ്ട് പഠിക്കുകയും പഠിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അപ്പോൾ എന്ന് വെച്ചാൽ വാപ്പയൊക്കെ പറയുന്നത് വെച്ചാൽ കോൺസെൻട്രേഷൻ കിട്ടില്ല. എനിക്ക് പാട്ട് വെച്ചാലാണ് കോൺസെൻട്രേഷൻ. MG ശ്രീകുമാറിൻ്റെ പാട്ട് കേട്ടാലേ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മളെ തൊട്ട് മുമ്പുള്ള ജനറേഷൻ എന്ന് വെച്ചാൽ ഹിപ്പികളുടെ ജനറേഷനായിരുന്നു. അന്ന് ഈ മുടി നീട്ടി കഞ്ചാവും വലിച്ച് കിടക്കുന്ന ഹിപ്പികളാണ്. പക്ഷെ നമ്മളെ പോലെ ആയിരുന്നില്ല. അപകടം പിടിച്ചായിരുന്നു. ഒരുപാട് ആളുകൾ നശിച്ചു പോയിട്ടുണ്ട്. മുകുന്ദൻ്റെയൊക്കെ നോവലുകൾ കാണുന്ന കുറേ ആർട്ടിസ്റ്റ് സംഭവിച്ചതാണ്. അതെ. അന്ന് ആൻറ്റിമാർ ലോ വേസ്റ്റ് സാരി ധരിക്കായിരുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് അവർക്കെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം. ലോ വേസ്റ്റ് സാരി ധരിക്കുന്നു. അതുവരെയുള്ള ആൻറ്റിമാർ ലോ വേസ്റ്റ് സാരി ധരിച്ചിരുന്നില്ല. അതിൻ്റെ മുമ്പുള്ള ആൻറ്റിമാർ സാരിയെ ധരിച്ചിരുന്നില്ല. ഒറ്റ മുണ്ടോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ താഴെ മാത്രമേ മറച്ചുകൊണ്ടിരുന്നു. അതൊന്നും പ്രശ്നമില്ല. ആ കാലഘട്ടത്തിൽ അതായിരുന്നു. അതിനുശേഷം വന്ന് ഈ പറയുന്ന നവോത്ഥാനം വന്ന് നാരായണ ഗുരുവൊക്കെ എല്ലാവരെ കൊണ്ട് സാരി ഉടുപ്പിച്ചു. അയ്യ വൈകുണ്ഠനൊക്കെ സാരി ഉടുപ്പിച്ചു. വന്നത് പത്മനാഭനൊക്കെ വന്നത്താചാര്യനൊക്കെ ചെയ്തു. അപ്പോൾ ആ തലമുറ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഒരു മലയാളിത്തം അല്ലെങ്കിൽ സഭ്യത എന്നൊക്കെ പറഞ്ഞ ആ രീതിയിൽ മാറി. ബ്ലൗസും സാരി എന്നെങ്ങനെ കയറ്റി കൊടുക്കുന്നു, പിന്നെ അവിടെ ഇവിടെയൊക്കെ പിന്നെ കൊടുക്കുന്നു. അപ്പോഴാണ് ഈ ആൻറ്റിമാരി ദമ്മരുദം എന്നുള്ള പാട്ടൊക്കെ കേട്ട് 80s ദമ്മരുദം എന്നുള്ള പുതിയ പിള്ളേർക്ക് അറിയണ്ട. അവർക്ക് റോക്കി ബായിയുടെ നായിക പാട്ട് പാടി ഡാൻസ് ചെയ്യുന്നത് കാണാം. അതാണ് അവർക്കറിയാം. അത് കഴിഞ്ഞ് വന്നത് ആ തലമുറയുടെ പ്രശ്നം വെച്ചാൽ അവർ യൂറോപ്പിൽ ഒരു 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ യൂറോപ്പ് പറഞ്ഞ എല്ലാ സാധനങ്ങളും ഇല്ലാതായിപ്പോയി. യൂറോപ്പ് തകർന്ന് തരിപ്പണമായി. ഈ ജീവിതം എന്തിനാണ്, എന്താണ് ഞാൻ എന്നുള്ള ചോദ്യമൊക്കെ സായിപ്പന്മാർ ചോദിച്ചു. അങ്ങനെ ഒരു ചിന്ത. അന്നാണ് പിന്നെ ഈ കാഫ്കേനെ പോലുള്ള ആളുകളൊക്കെ ഒരു മനുഷ്യൻ പരിണമിച്ച് പല്ലിയോ മറ്റോ ആയിത്തീരുന്ന പോലുള്ള രൂപാന്തരം നോവലുകൾ എഴുതി.
പിന്നെ വേറൊരാൾ കമു എന്ന് തോന്നുന്നു, ലൈഫ് ഈസ് നത്തിങ് ബട്ട് എ യൂസ്ലെസ് പാഷൻ. ഒരു ഗുണവുമില്ലാത്ത ഒരു വൈകാരികമായ അനുഭവം മാത്രമാണ് ലൈഫ് എന്ന് പറയുന്നത്. അങ്ങനെ യൂറോപ്പിലെല്ലാം തകർന്നു. ഒരു കുടുംബത്തിലെ 4 ആൾ യുദ്ധത്തിൽ മരിച്ചു, വീട് പൊട്ടി, വീട് തകർന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് വന്നൊരു സാധനം. അത് കേരളത്തിൽ ആ രീതി വേണ്ട ഒരു ആവശ്യമില്ല, എന്നാൽ നമുക്ക് അങ്ങനെ ഒരു അനുഭവം കടന്നിട്ടായിട്ടില്ല. പക്ഷേ യൂറോപ്പിലുള്ളതെല്ലാം ഇവിടെ ഇമ്പാക്ട് ഉണ്ട്. പകർത്തുന്നൊരു അപ്പോൾ അന്ന് കുറേ ആളുകൾ ഇതുപോലെ കഞ്ചാവ് കടിച്ച് കുറേ ആൾ നക്സലുകളായി പോയി, കർണാടക അടിച്ചൊതുക്കി. അതിലും ബ്രില്യൻ്റായി മാറേണ്ട പല ആളുകളും ഇപ്പോൾ ഉരുട്ടിക്കൊലയ്ക്ക് വിധേയമായിട്ടുണ്ട്. അതെ, ഒന്നും അല്ലാതായി പോയിട്ടുണ്ട്. ഈ നക്സലുകൾ എന്ന് പറയുമ്പോൾ തന്നെ അന്ന് അത്തരത്തിലൊരു സാഹചര്യം ഇല്ലായിരുന്നു. സോവിയറ്റ് റഷ്യ, മറ്റ് അനേദർ വേൾഡ് ഈസ് പോസിബിൾ എന്നുള്ള സാധനം ഉണ്ടായി. പക്ഷേ റഷ്യയിൽ എന്താ നടന്നതെന്ന് ഇപ്പോൾ പിള്ളേർക്ക് അറിയില്ലല്ലോ, അന്ന് ഇന്റർനെറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് അത് പോസിബിൾ ആണെന്നുള്ള ധാരണ നടക്കി. അവസാനം പോലീസായിട്ട് ഏറ്റുമുട്ടി, പോലീസിന്റെ കൈത്തിരിപ്പ് മാറുന്നവരെ അവർ ഇടിക്കുകയും അങ്ങനെ അവസാനം ചേരാൻ പിടിച്ചു കൊല്ലുകയും ഭൂരിപക്ഷം ചേരാൻ പിടിച്ച് മരിച്ചു. ആൻറ്റിമാരാണെങ്കിൽ ഇങ്ങനെയൊക്കെ നടന്ന അവസാനം ഈ ആൻറ്റിമാരൊക്കെ മിക്കവാറും പാവപ്പെട്ട കുടുംബത്തിലുള്ളതല്ല, കൊള്ളാവുന്ന കുടുംബത്തിൽ നിന്ന് നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ്. അപ്പം ഇങ്ങനെയൊക്കെ നടന്ന് ലോവേഷ് സാരിയൊക്കെ നടന്ന് ഇവന്മാരൊക്കെ മരിച്ച സമയത്ത് പിന്നെ ആൻറ്റിമാർ കൊള്ളാവുന്ന നല്ല ഡോക്ടർമാരെ, കോളേജ് ബോസന്മാരെയൊക്കെ കെട്ടി ഇപ്പോൾ സൊസൈറ്റി ജീവിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ലോവേസ്റ്റ് സാരിയല്ല, സാരിയെ ഇപ്പം ഹിന്ദി സിനിമാ നടികളും അതുപോലെ സെലിബ്രിറ്റികളും സാരി കണ്ടാൽ നമുക്ക് ലോവേസ്റ്റും അല്ല, അതിനപ്പുറത്തും ദിവസമാണ്. അതൊക്കെ ഇപ്പം നോർമലായി. അപ്പം ഇതെല്ലാം തന്നെ ഒരു തലമുറ ഞെട്ടിച്ചിരുന്ന സാധനങ്ങളൊക്കെ അടുത്ത തലമുറ നോർമലാവും എന്നുള്ളതാണ്. ഇതെല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഇവിടെ ജെൻസി വ്യത്യസ്തമാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിലൊന്നും തന്നെ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നില്ല. ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ ഏതെങ്കിലും ചില എലിമെന്റ്സ് മാത്രം എടുക്കുക. ഉദാഹരണമായിട്ട് കഞ്ചാവ് വലി, അതല്ലേ മുടി നീട്ടി വളർത്തുക. ഞാനൊരു കാലത്ത് മുടി നീട്ടി, ഞാൻ ഭയങ്കര ബാബു ആന്റണി ഫാനായിരുന്നു. അപ്പോൾ നമ്മൾ മുടി നീട്ടി, അപ്പോൾ ഒരു ദിവസം ബാപ്പനോട് നീ തന്നെ മുടി നീ ബാബു ആന്റണി, ബാപ്പനോട് നീ ബാബു ആന്റണി ഫാനാണോ, ഒന്നെങ്കിൽ നീ കരാട്ട ബ്ലാക്ക് ബെൽറ്റ് എടുക്കും, അല്ലെങ്കിൽ അയാളെ പോലെ ഒരു ആക്ഷൻ സൂപ്പർ സ്റ്റാർ, അല്ലെങ്കിൽ മുടി നീട്ടി വേണം ഏത് പട്ടിക്കും പറ്റും. അപ്പം അതിനുശേഷം ഞാൻ ഇത്തരമുള്ള അനുകരണങ്ങളൊക്കെ നിർത്തിയത്, മനസ്സിലായില്ല. അപ്പോൾ അത് ലോജിക്ക് ശരിയാണ്. ബാബു ആന്റണി ആ മുടി നീട്ടി ആർക്കും പറ്റില്ലോ, പക്ഷേ കരാട്ട പഠിക്കുക എന്നുള്ളതും സൂപ്പർ സ്റ്റാർ എന്നുള്ളതും, അന്ന് ബാബു ആന്റണി ഏതാണ്ട് സൂപ്പർ സ്റ്റാർ ആയിരുന്നു. അതെ, 4ാമത്തെ സൂപ്പർ സ്റ്റാർ ജയറാമായിരുന്നില്ല, ബാബു ആന്റണി ഇൻ ബിറ്റ്വീനുള്ള കാലഘട്ടത്തിൽ. അപ്പം ഇപ്പോഴത്തെ അപ്പോൾ അന്നൊക്കെ നമ്മൾ ചില അഡിഷൻസ് മാത്രമാണ്. നമ്മളെ ഒരു വ്യക്തിത്വത്തിലേക്ക് ചില അഡിഷൻസ്, നീണ്ട മുടി, അല്ല അത്യാവശ്യം ഒന്ന് കഞ്ചാവ് വലിക്കും, ഇങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ ബെൽ ബോട്ടം ഷർട്ട് ധരിക്കും, എന്തൊക്കെയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അന്ന് നമ്മൾ കംപ്ലീറ്റ്ലി സോ കോൾഡ് വെസ്റ്റേൺ വേൾഡുമായിട്ട് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടില്ല. അതിനുള്ള വഴിയില്ല. നമ്മളെന്ത് ചിന്തിക്കണം തീരുമാനിക്കുന്നത് മാതൃഭൂമി മനോരമയാണ്. നമ്മൾ ഈ സാധനത്തെ പറ്റി മൊത്തം അറിഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ മനോരമേൻ്റെ സപ്ലിമെൻ്റാണ്. മാതൃഭൂമി അധികം ഇങ്ങനത്തെ കൊടുക്കില്ല, മനോരമേൻ്റെ സപ്ലിമെൻറ്റിലാണ്. പിന്നെ വേറൊന്നെന്ന് വെച്ചാൽ ഈ റെക്കോർഡ് ഉണ്ട്, അതിൽ ബോണി എമ്മിൻ്റെ പാട്ടും മൈക്കൽ ജാക്സന്റെ പാട്ടും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. പിന്നെ ചില സിറ്റികൾ താമസിക്കുന്ന പരിഷ്കാരികളായ ചില പിള്ളേർ നാട്ടുപ്രദേശത്ത് വന്ന് നാട്ടുപ്രദേശ കലാസമിതിയിലോ നാടകമൊക്കെ ചെയ്ത്, റഹ്മാനൊക്കെ ചില ഇത്തിരി പൂവ ചുവന്ന് പോവുക സിനിമ ചെയ്യുന്ന പോലെ അവർക്ക് ഇതൊക്കെ പരിചയപ്പെടുത്തി പോകും. അപ്പം ചെറിയ എലിമെന്റ്സ് ഉള്ളൂ. പുതിയ കുട്ടികളുടെ കാലഘട്ടത്തിൽ ദേ ആർ കംപ്ലീറ്റ്ലി ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ദ വേൾഡ് ഇക്കോണമി. വേൾഡ് ഇക്കോണമി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇക്കോണമിയാണ് ഇതിന് പ്രധാനപ്പെട്ടത്. ആൻഡ് they are completely integrated with the social fabric in the western world. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. കാരണം ഇവരുടെ ഈ മാറ്റം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു അഡിഷൻ അല്ല, നാളെ ഇത് മടുത്ത് തിരിച്ചു പോകുന്ന ഒന്നല്ല. പക്ഷെ അവർ ജനിച്ചു വളർന്ന തന്നെ ഒരു ഗ്ലോബൽ സിറ്റിസൺ ആയിട്ടാണ്, കയ്യിൽ ഫോണുമായിട്ടാണ്. അവർക്ക് ആപാടെ കേരളമായിട്ടുള്ള ബന്ധം എന്ന് വെച്ചാൽ അച്ഛ അമ്മ എന്നുള്ള പിടിയും, പിന്നെ ഈ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഈ പിന്നെ എന്താണ് ഇഡ്ഡലിയും സാമ്പാറും ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതിപ്പോൾ അവർ പൊതുവേ അവർക്ക് താല്പര്യം. അവർ മന്തിയാണ്, ഈ പിള്ളേരുടെ ദേശീയ ഭക്ഷണം മന്തിയാണ്. മന്തി ഈ സമയത്താണ് വന്നത്. അപ്പോൾ അവർ മന്തിയിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പോൾ ആസസരുമായിട്ട് മന്തി ശരിയില്ല എന്ന് പറഞ്ഞാൽ അവർ ആൾക്കാരുടെ സംഘം, നമ്മുടെ സംഘമൊക്കെ തന്നെയാണ്, മോഡി ഫാനൊക്കെ ആണ്. പക്ഷെ മന്തി അത് മുതലാക്കിയാണ് മന്തി റെസ്റ്റോറൻറ്റുകളൊക്കെ. എനിക്ക് ഈ സാധനം വലിയ ഇഷ്ടമൊന്നുമല്ല. പക്ഷെ ഞാൻ പോയി റെസ്റ്റോറൻറ്റുകൾ അപ്പോൾ ഞാൻ പിള്ളേരോട് ചോദിക്കുമ്പോൾ സമയം മന്തി കഴിച്ചു വന്നിരിക്കുക. അത് അറേബ്യൻ ഫുഡാണ്. ഇപ്പം ഗ്ലോബൽ എന്ന് നമ്മൾ പറയുമ്പോഴും ഈ ബേസിക്കലി കംപ്ലീറ്റ്ലി വെസ്റ്റേൺ എന്ന് വിചാരിക്കേണ്ട. ഈ മന്തി എന്നുള്ള അറേബ്യൻ ഫുഡാണ്. അതെ, അറേബ്യൻ ഫുഡാണ്. ഇതിപ്പോൾ യൂറോപ്പിൽ അതിൻ്റെ സൈഡിൽ നിന്ന് ഇവിടെ ഇഡ്ഡലിയൊക്കെ യൂറോപ്പിൽ പോപ്പുലർ ആവുന്നുണ്ട്. ഞാൻ കേട്ടത് കൊല്ലത്തു നിന്നൊക്കെ ഉള്ള പപ്പടം ഫ്രാൻസിലൊക്കെ ഉള്ള ബാറുകൾ ഭയങ്കര പോപ്പുലറാണ്, ടച്ചിങ് സൈറ്റ്. അപ്പോൾ ആ രീതി സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ബേസിക് സ്വഭാവം എന്ന് വെച്ചാൽ വെസ്റ്റേൺ സിവിലൈസേഷൻ, അമേരിക്കൻ സിവിലൈസേഷനാണ്. ഈ പിള്ളേർ പണ്ടൊക്കെ ഒരു ഐഫോൺ അവിടെ ഇറങ്ങി 4 വർഷം കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇറങ്ങുക. പണ്ടൊക്കെ ഒരു സിനിമ അവിടെ അനക്കോണ്ടൊക്കെ അവിടെ ഇറങ്ങി 1 വർഷം കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇറങ്ങുക. ഇതിപ്പോൾ ഗ്ലോബൽ റിലീസാണ്. യെസ്. പിന്നെ
ഇവർക്ക് പുറത്തുള്ള ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിക്കും. നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ STD ISD ഒക്കെ വിളിക്കേണ്ടിയിരുന്നു. അല്ലെ അപ്പോൾ നാട്ടിൽ വരുമ്പോൾ പറ്റും. ഇവർ റിയൽ ടൈം സംസാരിക്കുകയാണ്. ഈ പുതിയ പിള്ളേർ അധികം ഉറങ്ങുന്നത് എപ്പോഴാണ്? നമ്മൾ ഉറങ്ങുന്ന സമയത്തല്ല. അവർ പകലാണ് അവർക്ക് രാത്രി, രാത്രിയാണ് അവർക്ക് പകൽ. കാരണം അമേരിക്കയിൽ പകലായ സമയത്താണ് ഇവർക്ക് കുഴപ്പമില്ല. ഇവരുടെ ഫ്രണ്ട്സ് അവിടെ ആക്റ്റീവ് ആ സമയത്താണ്. അവർ ഗെയിം ഉണ്ട്, ഒരുപാട് കോഴ്സസ് ഒക്കെ ചെയ്യുന്നുണ്ട് പല രീതിയിലുള്ള. ഇവർ ഈ രാത്രിയാണ് ഇവർ ആക്റ്റീവ് ആവുന്നത്. അവരുടെ ടൈം സോൺ, നമ്മളെ ഇവിടെ തന്നെ ജീവിക്കും, ഇവരുടെ ടൈം സോൺ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ നഗരങ്ങളെല്ലാം തന്നെ ഇപ്പം തിരുവനന്തപുരത്താണെങ്കിലും കോഴിക്കോടാണെങ്കിലും എല്ലാം തന്നെ നൈറ്റ് ലൈഫ് വളരെ സജീവമാണ്. അപ്പം ഈ രീതി ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടു. വേറൊന്ന് ഞാൻ ചോദിച്ചോട്ടെ, അപ്പം ഇത്തരത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നതിനിടയിൽ ഈ പൂർണ്ണമായി മനസ്സിലാക്കാതെ കുറേയേറെ പേരുണ്ട്, പകുതി പഴുത്തവർ. ഇവർക്ക് എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്നും എന്താണ് യഥാർത്ഥത്തിൽ പകർത്തേണ്ടതെന്നും പൂർണ്ണമായി മനസ്സിലാവാറില്ല. ചിലപ്പോൾ ഇവർ തെറ്റായ വശങ്ങൾ മാത്രമായിരിക്കും കൂടുതലും പകർത്തുന്നത്. ഉദാഹരണത്തിന് ലഹരി. അത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവർ നമുക്കറിയാം മാനവീയം വീതിയിൽ തമ്മിലടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആണും പെണ്ണും തമ്മിലടിക്കുന്ന വീഡിയോ ഇടയ്ക്ക് വൈറലാവാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ വീട്ടിൽ ചോദ്യം ചെയ്യുമ്പോൾ മാതാപിതാക്കളെ ആക്രമിക്കും. നമുക്കറിയാം ഫോൺ കൊടുക്കാത്ത അമ്മയെ തല്ലിയ മകൾ, അതുപോലെ തന്നെ പുതിയൊരു ഗാഡ്ജറ്റ് വാങ്ങിക്കൊടുക്കാത്തതിൻ്റെ പേരിൽ വീട്ടിൽ പ്രശ്നമുണ്ടാക്കിയ ആൾ, മയക്കുമരുന്ന് വാങ്ങുവാൻ പണം കിട്ടാത്തതിൻ്റെ പേരിൽ അമ്മയെ തല്ലിയ മകൻ. ഇത്തരത്തിൽ കുറേയേറെ സംഭവങ്ങളുണ്ട്. അപ്പം തെറ്റായ വശങ്ങൾ എന്താണ് എന്ന് കുറേയേറെ പേർക്കറിയില്ല. അവർ അത് അറിയാതെ സ്വാംശീകരിക്കുന്നു. ഇത്തരം വിഷയങ്ങളൊക്കെ മുമ്പ് നടന്നിട്ടുണ്ട്. കാരണം മദ്യപിക്കാൻ കാശില്ലാത്തതുകൊണ്ട് അമ്മയെ തല്ലുക, പിന്നെ ആർഭാടത്തോടെ ഈ ചാരുംവില്ല കൊലപാതകം, അങ്ങനെ കൊലപാതകം ഉണ്ടായിരുന്നല്ലോ. പിന്നെ നമ്മുടെ ജോയ് തോമസിന്റെ സിനിമയുണ്ടല്ലോ, നമ്മളെ ഇയാളൊക്കെ രവീന്ദ്രനൊക്കെ അഭിനയിച്ച് അപ്പൂപ്പനെ അമ്മൂമ്മനെ വന്ന് കൊന്നിട്ട് മദ്രാസിലെ അമ്മ എന്നുള്ള സിനിമ, മദ്രാസിലെ അമ്മ എന്നുള്ള സിനിമ അത് നടന്ന സംഭവമാണ്. അപ്പം ഇതൊക്കെ അന്നും ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോഴുള്ള പുതിയ സംഭവം ഒന്നല്ല. നമ്മളെ ഈ മതിലാട്ടം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, അത് പണ്ടേ ഉണ്ടായിരുന്നു പറയുന്ന പോലെയാണ്. അല്ല, ഈ ഇത്തരത്തിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഓർമ്മ വന്ന വേറൊരു പേര് ജോയ് മാത്യു ഏട്ടനാണ്. അപ്പം അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ ഈ രീതിയിലുള്ള ഒരു ആശയവിനിമയം നടക്കാറുണ്ട്. അദ്ദേഹം എപ്പോഴും എല്ലാ വിഭാഗമായിട്ടും കണക്ട് ചെയ്യുന്ന ഒരു ഫിലിം മേക്കറാണ്, ജേർണലിസ്റ്റാണ്. അപ്പോൾ പണ്ട് ഒരു 10-20 വർഷം മുമ്പ് സംസാരിക്കുന്ന അദ്ദേഹത്തെയും ഇപ്പോഴത്തെയും എനിക്ക് വ്യത്യാസം തോന്നാറില്ല. ഇപ്പോൾ ഞാൻ ഫക്രുദ്ദീനുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്കും എൻ്റെ മനസ്സിലേക്ക് വന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ ആ ഒരു സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴും അതിന്റെ കാര്യം വെച്ചാൽ അങ്ങേര് പണ്ടേ ഒരു വെസ്റ്റേണായി ചിന്തിക്കുന്ന ഒരാളാണ്. അതിൽ കുറച്ച് കമ്മ്യൂണിസത്തിന്റെ എലിമെന്റ് കൂടുതലുണ്ടായിരുന്നു. ഇപ്പം സോവിയറ്റ് റഷ്യ പോയതോടുകൂടി ആ എലിമെന്റ് ഇല്ലാന്നേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള ആളുകൾ കൂടുതൽ വെസ്റ്റേണൈസ് ചെയ്യും, കൂടുതൽ ക്യാപിറ്റലിസ്റ്റിക് ആ ഒരു കൾച്ചറൽ ഫാബ്രിക്കിന്റെ ഭാഗമായിട്ട് ആവും. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാത്തത്. പക്ഷേ മുമ്പ് നിങ്ങൾ സംസാരിച്ചിരുന്ന കൺസർവേറ്റീവ് ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങളെ ഡിഫറൻസ് ഫീൽ ചെയ്യും. കാരണം ഒരുപാട് കാര്യങ്ങൾ അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഈ പിള്ളേരുടെ ഒരു ബേസിക് പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ ഇവിടെ താമസിക്കുമ്പോൾ ഇവർ ഗ്ലോബൽ സിറ്റിസൺ ആണ്. ഓക്കെ, അവരുടെ ഹോപ്സ് ആൻഡ് ആസ്പിറേഷൻ അധികം വെസ്റ്റേൺ ആണ്. പക്ഷേ അതിൽ ചില ഫ്ലേവേഴ്സ് ഉണ്ട്. ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊറിയനാണ്. ഷോർട്സ് 3/4 ഷോർട്സ് ഒക്കെ ഇവന്മാരുടെ ടിപ്പിക്കൽ ഡ്രസ്സാണ്. പണ്ട് അവരുടെ ട്രഡീഷണൽ ഡ്രസ്സല്ല. അവിടെ ആധുനികം വന്നപ്പോൾ, അമേരിക്ക വന്നപ്പോൾ അവിടെയുള്ള ആളുകൾ പൊതുവെ സൗകര്യത്തിന് ഈ 3/4 നോർത്ത് ഈസ്റ്റുള്ള പയ്യന്മാരും ഈ പറയുന്ന കൊറിയൻകാരും. ഈ കൊറിയൻ മ്യൂസിക്കും 2 സഹോദരിമാരുടെ ആത്മഹത്യയും അടുത്തിടെ നടന്ന സംഭവമാണ്. അതിങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. കുഴിമന്തി വന്നതുപോലെ കൊറിയൻ സാധനം വന്നു. കൊറിയൻ സാധനത്തിന്റെ പ്രശ്നം അത് വെസ്റ്റേണൈസ്ഡ് ആണ്. കൊറിയ അമേരിക്കയുടെ കോളനി പോലെയാണ്. മാത്രമല്ല അപ്പോൾ അത് ബുദ്ധിസ്റ്റ് രാജ്യം, ഇപ്പോൾ ഒരു ക്രൈസ്തവ രാജ്യമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ വിശ്വാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അപ്പോൾ ആ കൊറിയൻ സാധനങ്ങളാണ് ഇങ്ങോട്ട് വരുന്നത്. ഇന്ത്യയിലേക്കുള്ള പല സാധനങ്ങളും പെട്ടെന്ന് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ സംശയിക്കുന്നുള്ളൂ അവർ കൊറിയ വഴിപ്പം കയറ്റി അയക്കുന്നുണ്ട്. കൊറിയ ഇപ്പോൾ നമുക്ക് വലിയൊരു ഭീഷണിയാണ് കൾച്ചറലി. ഇവിടെയാണ് ഇതിൻ്റെ ഒരു പോയിന്റ് കിടക്കുന്നത്. ഓക്കെ, അതായത് ഈ രീതിയിലുള്ള ഒരു നമ്മൾ പെട്ടെന്ന് നോക്കും ഒത്തിരി ആശയവിനിമയ രംഗത്തൊക്കെ ഉണ്ടായിട്ടുള്ള ഈ മൊബൈൽ ടെക്നോളജിയുടെ വളർച്ചയൊക്കെ ഗുണകരമാണെന്ന് തോന്നുന്നെങ്കിൽ പോലും ഇതിൻ്റെ ഫൈനലി ഗുണം കിട്ടാൻ പോകുന്ന ആർക്കാണ്? ഇതിൻ്റെ ഫൈനലി ഗുണം കിട്ടാൻ പോകുന്നത് ഈ ടെക്നോളജി കൺട്രോൾ ചെയ്യുന്ന, ഈ ടെക്നോളജി ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റുന്ന ഭാവുകത്വങ്ങളെ ഓൺ ചെയ്യുന്നവർക്കാണ്. അതെ, ആ ഓൺ ചെയ്യുന്ന ആള് വെസ്റ്റേൺ നാഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ വെസ്റ്റേൺ നാഷൻസിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ കടക്കാനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മളെ കൾച്ചറൽ സ്പേസ് ആണ്. എക്സാക്ട്ലി. ഈ കൾച്ചറൽ സ്പേസ് ഇന്ത്യയിൽ വളരെ സ്ട്രോങ് ആണ്. കാരണം മുതിർന്നവരോടുള്ള ബഹുമാനം അത് അവിടെ ഉണ്ടായെന്ന് വെച്ചാൽ അവർ 200 വർഷം മുമ്പ് അവരൊക്കെ കളഞ്ഞു കുടിച്ചു. അതുപോലെ നമ്മൾ കുടുംബ ബന്ധങ്ങളിലുള്ള ഭദ്രത, പിന്നെ നമ്മൾ ഒരു വാക്ക് പറഞ്ഞാൽ പാലിക്കും എന്നുള്ളൊരു, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് ഉള്ളൊരു കാര്യമാണ്. വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുക, സത്യം എന്നുള്ളൊരു പാലിക്കുക. നമ്മൾ പാലിക്കാൻ പറ്റിയില്ല പോലും, അയ്യോ പാലിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഫീൽ നമുക്ക്. അവർക്കതില്ല. സായിപ്പന്മാർക്ക് അവർക്ക് 10 പൈസ കിട്ടിയ സന്തോഷം.
ഇത് മുസ്ലിംസിനുണ്ട്. മുസ്ലിംസ് പറഞ്ഞാൽ എസ്പെഷ്യലി അറബ് ട്രഡീഷനുള്ള മുസ്ലിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമുണ്ട്. യെസ്. വാക്ക് പാലിക്കുക, പറ്റിക്കാതിരിക്കുക. ബിസിനസ് നമ്മളെ സംബന്ധിച്ച് ആത്യന്തികമായി എങ്ങനെ പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല. അതിലുപരിയായിട്ട് നമുക്ക് സന്തോഷം കിട്ടുന്നത് നമ്മുടെ ഹൃദയം ഒരിക്കലും ഒരു ചെറുത്താന് വിറ്റിട്ട് നമ്മൾ സന്തോഷിക്കുന്ന ആളുകളല്ല. നമുക്ക് ഭയങ്കര കുറ്റബോധം അനുഭവപ്പെടും. ഇത് നമ്മുടെ ഒരു വലിയ പ്രശ്നമാണ്. ഇതിനെ ബ്രേക്ക് ചെയ്യാൻ അത്ര എളുപ്പമല്ല. ഈ ട്രഡീഷനിൽ വളർന്നു വന്ന ഒരുത്തനെ നിങ്ങൾ എന്തൊക്കെ തന്നെ ദം പാട്ട് പാടിച്ചാലും, എന്തൊക്കെ തന്നെ നിങ്ങൾ മുടി നീട്ടി വളർത്തി ഹിപ്പി ആക്കിയാലും ഒരു പോയിന്റ് ഓഫ് ടൈമിനകത്ത് തിരിഞ്ഞു. ഇപ്പോൾ സ്വാമി ചിന്മയാനന്ദനെ പറ്റി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഭയങ്കര യുക്തിവാദിയായിരുന്നു. ഈ ഭക്തിയിലൊന്നും കാര്യമില്ലാന്ന് പിന്നെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഹിമാലയത്തിൽ പോയത്. പക്ഷെ തിരിച്ചു വന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സന്യാസിമാരിൽ ഒരാളായിരുന്നു ചിന്മയ മിഷൻ. ഇങ്ങനെ ഒരു പ്രശ്നം ഇതിനുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ വേറൊരു പോയിന്റും കൂടെ എടുത്തു വയ്ക്കട്ടെ. അതായത് ഇപ്പോൾ കോർപ്പറേറ്റ് ലോകത്ത് ഒട്ടുമിക്ക പ്രമുഖ കമ്പനികളുടെയും തലപ്പത്തിരിക്കുന്നത് ഇന്ത്യക്കാരാണ്. സുന്ദർ പിച്ചയെ പോലെയുള്ളവരൊക്കെ തന്നെ. അവരൊക്കെ തന്നെ ആ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സാംസ്കാരികമായിട്ടുള്ള പൈതൃകം, അതിൻ്റെ സമ്പന്നമായിട്ടുള്ള വശം ഒന്നും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നവരാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ നമ്മളെ ഇയാളുടെ ഇത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു. അതെ, സുനക്ക്. അയാൾ ഗോപൂജയൊക്കെ ചെയ്യുന്ന ആളാണ്. അതെ. അപ്പൊ ഇത് അവർ നോക്കുമ്പോൾ ഇവന്മാർ ഈ ഒരു ഇത്രയും ബാക്ക്വേർഡ് എന്ന് നമ്മൾ കരുതിയിരുന്ന ഒരു ലോകത്തിന്റെ ഭാഗത്ത് നിന്ന് വരികയും കോർപ്പറേറ്റ് ലോകത്തെ ലീഡ് ചെയ്യുകയും ചെയ്യുന്നു. സോ വി നീഡ് ടു ബി കോഷ്യസ്, അല്ലെങ്കിൽ നമുക്ക് ഇവരുടെ ഈ മുന്നോട്ട് വരവ് അല്ലെങ്കിൽ ഇവരുടെ ഈ കുതിപ്പിന് തടയിടണം എന്നൊരു തോന്നൽ കൂടി നേരത്തെ ഫക്രുദ്ദീൻ പറഞ്ഞതിനോട് ഞാൻ ചേർത്ത് വയ്ക്കുകയാണ്. അതുകൂടി ഈ കൾച്ചറൽ അറ്റാക്കിന് പിന്നിൽ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, അത് ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇത് രണ്ട് കാര്യമാണ്. ഒന്ന്, ഇടയ്ക്ക് അമേരിക്കയിലെയും യൂറോപ്പിലൊക്കെ സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്നത് ഇന്ത്യക്കാരായ പെൺകുട്ടികളാണ്. അപ്പോൾ അതേപറ്റി അവർ പഠിച്ച സമയത്ത് വന്നൊരു ഒരു മനസ്സിലാക്കിയൊരു കാര്യം, ഇന്ത്യയിലെ ശക്തമായ വിദ്യാഭ്യാസ സംവിധാനം, അതായത് ഈ ഗുണഘോഷം പഠിപ്പിക്കലൊക്കെ ഉണ്ടല്ലോ, അതെ, അതിന് അത്യാവശ്യം തല്ലൊക്കെ കൊടുക്കല്ലേ. കേരളത്തിലാണ് MA BB വന്നതിന് ശേഷം തല്ല് നിരോധിച്ചത്. ഉത്തരേന്ത്യയിലൊക്കെ എപ്പോഴും തല്ല് കൊടുക്കും. അപ്പം ഇതാണ് സത്യം അവരെ സഹായിക്കും. അവിടെയുള്ള പിള്ളേർ ഈ പറയുന്ന മൈക്കിൾ ജാക്സന്റെ പാട്ടും കേട്ട് കൊക്കക്കോളയും കുടിച്ച് അങ്ങനെ നടക്കുന്ന പിള്ളേരാണ് എല്ലാവരും സാധാരണക്കാർ. പിന്നെ അവർ എലീറ്റിനെ എപ്പോഴും വളർത്തിക്കൊണ്ടുവരും. ഈ ഊട്ടി സ്കൂൾ പോലുള്ള, ഡോൺ ബോസ്കോ സ്കൂൾ പോലുള്ള സ്കൂളുകൾ വിട്ട്. അതാണ് അവരുടെ ഒരു ഭരണവർഗമായിട്ട് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒബാമയെ പോലുള്ള ഒരു പാവൊക്കെ എപ്പോഴും നൊഞ്ഞ് കയറിയിട്ടേ ഉള്ളൂ. നൊഞ്ഞ് കയറി കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന്റെ ഭാഗമായി മാറും. നമ്മളെവിടാന്ന് വെച്ചാൽ എപ്പോഴും ആർക്കും ഒരു സോഷ്യൽ ലാഡറിൽ കയറിപ്പോകാം. അത് ജാതിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിൽ പോലും ഒരുത്തന് രക്ഷപ്പെടാൻ ഒരുത്തൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവനെ തടയാൻ വലിയ ശക്തിയൊന്നും ഇവിടെ ഇല്ല. അവൻ രക്ഷപ്പെടാം. എപ്പോഴും എവിടുന്നും ഒരു വിസ്മയം കടന്നു വരാം എന്നുള്ളൊരു പ്രത്യേകത നമ്മുടെ രാജ്യത്തുണ്ട്. അതിന് കാരണം ഇതാണ്, നമ്മുടെ ഈ ഒരു ട്രഡീഷനാണ്. ഈ ട്രഡീഷൻ്റെ പ്രശ്നം, മോഡേണിറ്റി ട്രഡീഷൻ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ, ട്രഡീഷൻ എന്നുള്ള സാധനം മനുഷ്യൻ്റെ അടുത്തത്തിൽ 5000 വർഷത്തെ അല്ലെങ്കിൽ 3000 വർഷത്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് വന്ന സാധനം. അത് മിനിമമാണ്. ഈ മാരുതി 800 കാർ പോലെയാണ്. അത് മിനിമം ജോലി മതി, ആ വണ്ടി ഒരു എല്ലാ പണിയും ചെയ്തോളൂ. ഇതാണ് ട്രഡീഷൻ. മോഡേണിറ്റിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ കിയയുടെ വണ്ടി പോലെ ഹൈടെക് വണ്ടിയായിരിക്കും, പക്ഷെ വെള്ളത്തിൽ നിന്നാൽ ചിലപ്പോൾ വണ്ടി സെൻസർ അടിച്ചു, പിന്നെ നമ്മൾ കെട്ടി വലിച്ചു കൊണ്ടുപോകണം. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പം ഒരു പ്രതിസന്ധി വന്നാലും നിലനിൽക്കുന്നത്, എൻഡ്യൂർ ചെയ്യുന്നത് ഈ ട്രഡീഷണൽ സാധനങ്ങളാണ്. അതെ. ഈ ട്രഡീഷൻ സ്ത്രീകൾക്ക് വിരുദ്ധം. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് വിരുദ്ധമായത്? സ്ത്രീകൾക്ക് വിരുദ്ധമാകാൻ കാരണം സ്ത്രീകളും പുരുഷന്മാരുടെ ശരീരം തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്, സൈക്കോളജി വ്യത്യാസമുണ്ട്. മൂഡ് സ്വിംഗ് ഒക്കെ വളരെ ശക്തമാണ്. ഇന്നിപ്പോൾ ടെക്നോളജി ആയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും നിങ്ങൾ ചില കാര്യങ്ങൾ ഒരു പരിധി കൂടുതൽ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ല. പുരുഷന് ചില കാര്യങ്ങൾ ചില അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതാണ് അതിൻ്റെ ബേസ്. രണ്ട്, ഈ വിവാഹപ്രായം നേരത്തെ ആക്കി. എന്താണ്, ടീനേജ് ആകുന്നതോടെ നമുക്കറിയാലോ, നമുക്കെല്ലാം തന്നെ സെക്ഷൽ അർജ് ഉണ്ടാവും. അത് തന്നെ പല വൈകൃതങ്ങളായി പുറത്തു വരും. സ്വഭാവ വൈകൃതമായിട്ടോ അല്ലെങ്കിൽ ലൈംഗിക വൈകൃതമായിട്ട് പുറത്തു വരും. ഈ നേരത്തെ കല്യാണം കഴിച്ച അത്ര പ്രശ്നമല്ല. ആ ഏജിൽ ഇതൊക്കെ അങ്ങനെ തീരും. മാത്രമല്ല, നല്ല പ്രായത്തിൽ മക്കളും ഉണ്ടാവും, നല്ല പ്രായത്തിൽ കൊച്ചുമക്കളുണ്ടാവും, അവരെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റും. ഇതാണ് ഈ ട്രഡീഷൻ്റെ ഗുണം. അതല്ലാതെ ഇത് ലേറ്റ് ആകുമ്പോൾ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾക്ക് ആരോഗ്യം ഉണ്ടാവില്ല, അപ്പൂപ്പന്മാർക്ക് ആരോഗ്യം ഉണ്ടാവില്ല. പിന്നെ മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ മനുഷ്യനൊരു 12 വയസ്സിന് ഈ സെക്ഷൽ ഹോർമോണുകൾ ഭയങ്കര ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഈ നിങ്ങൾ ഈ കല്യാണത്തിൻ്റെ 25 വയസ്സ് വരെ, 25 നമ്മളൊക്കെ സമയത്ത് മിനിമം 25 വയസ്സ് വരെ ഇതിപ്പോൾ എങ്ങനെ പിടിച്ചു നിർത്തും? ഇത് പല സെക്ഷൽ വൈകൃതങ്ങളായി പുറത്തു വരും. അപ്പോൾ മഹാത്മാഗാന്ധിജി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം ഇന്ത്യയിൽ ഈ ചുവന്ന തെരുവുകൾ നിരോധിക്കുന്നതിനെതിരായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ അമ്മമാരും സഹോദരിമാരും സ്വസ്ഥായിട്ട് ജീവിക്കുന്നത്. ഗാന്ധിജിക്ക് വരെ ഇത് അറിയായിരുന്നു. പിന്നെ ഇന്ത്യൻ പ്രദേശിന്റെ വേറൊരു പ്രത്യേകത, ഈ വാത്സ്യായൻ എന്ന് പറഞ്ഞ വലിയൊരു മഹർഷിയാണ്. ഈ മഹർഷിയാണ്
ഈ സെക്സിനെ പറ്റി, ലൈംഗികതയെ പറ്റി ഏറ്റവും ആധികാരികമായിട്ടുള്ള കാമസൂത്ര എഴുതിയത്. അതെ. അത് എല്ലാത്തിനും സമഗ്രമായി നമ്മൾ അഡ്രസ്സ് ചെയ്യായിരുന്നു. ഉം. യൂറോപ്പിന്റെ പ്രശ്നം ജൂഡോ ക്രിസ്ത്യൻ ട്രഡീഷനിലെ സെക്സ് പാവമാണ്, Okay. പ്രത്യുൽപാദനം നടത്താൻ വേണ്ടി മാത്രമുള്ള സംഭവമാണ്. ഡു യു തിങ്ക് ദാറ്റ് ഈസ് എ സിൻ? ഇത് ഭക്ഷണം പോലെ ശരീരത്തിന് വേണ്ട ഒരു സാധനമല്ലേ? അതെ. ഭക്ഷണം പോലെ ആവശ്യത്തിന്, അനാവശ്യത്തിനല്ല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ ഈ ട്രഡീഷൻ അങ്ങനെ മെച്ചൂർ ചെയ്ത് വന്ന ഗുണം നമുക്കുണ്ട്. 200 വർഷം ഇവന്മാർ നമ്മളെ ഭരിച്ചു മുടിച്ചിട്ടും നമുക്ക് എന്തുണ്ട് സംഭവിച്ചില്ല. നമ്മൾ പിന്നെയും വന്നു റീജനറേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വേൾഡ് സ്റ്റേജിലേക്ക് നമ്മൾ പതുക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. Yes. അപ്പൊ അങ്ങനെ ഈ ആണവായുധം കയ്യിലുള്ള ഈ രാജ്യത്തെ ഒന്നും അവർക്ക് ഇറാൻ ഒതുക്കുന്ന പോലെ ഒതുക്കാൻ പറ്റില്ല. ഇറാനെ ഒരു ഏറ്റവും വലിയ പ്രശ്നം ആണവായുധം ഉണ്ടാക്കാൻ നോക്കുന്നതാണല്ലോ. ഇറാൻ ഭരണകൂടത്തെ പൂർണ്ണമായിട്ട് എതിർക്കുന്ന ഒരാളാണ് ഞാൻ, അറിയാലോ. Okay. Yes. അപ്പം അതിന് എന്താ ചെയ്യേണ്ടത്? ഈ പുതിയ ജനറേഷനെ ക്യാച്ച് ചെയ്യണം. ഈ ക്യാച്ച് ചെയ്യുന്ന അവരുണ്ടാക്കുന്ന ഭാവുകത്താണ്. ഇവർ നമ്മളെക്കാട്ടും കൂടുതൽ സംസാരിക്കുന്നത് ഈ ഫോണുമായിട്ടാണ്, ഇതിൽ ഈ വിർച്വൽ വേൾഡുമായിട്ടാണ്. വെർച്വൽ വേൾഡിലാണ്. ജർമ്മനിയിലെയും ലോസ് ഏഞ്ചലസിലേക്ക് പയ്യന്മാരെ പോലെയാണ് അവർ ചിന്തിക്കുന്നത്. അവരുടെ ഭാവുകത്വമാണ് ഇവരുടെ ഭാവുകത്വം. അവരിഷ്ടപ്പെടുന്ന പാട്ടുകളാണ് ഇവരുടെ പാട്ടുകൾ. അവരും അച്ഛനും നമ്മളെ ബന്ധമാണ് ഇവർ ബന്ധം. Okay. അവരുടെ സെക്ഷൽ ആയിട്ടുള്ള എന്താണ് പിന്നെ എന്താ നമ്മൾ പറയുക, രീതികളല്ല, സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡാണ് ഇവരുടേത്. അതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ അടുത്ത് ഞാൻ കേട്ടതെന്ന് വെച്ചാൽ, എവിടെ റിപ്പോർട്ട് വായിച്ചതാണ്, ഈ ടീനേജേഴ്സിൻ്റെ ഇടയിൽ എയ്ഡ്സിൻ്റെ വ്യാപനം കൂടിക്കൊണ്ടിരിക്കുക. എനിക്ക് മനസ്സിലാകാത്ത, നമ്മുടെ കാലഘട്ടത്തിലൊന്നും ഇതിനുള്ള പ്രിക്കോഷൻസ് ഒന്നും അത്ര സജീവമായിരുന്നില്ല. മാത്രമല്ല എവിടെ പോയി മേടിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, നമുക്ക് ഭയങ്കര ഷൈ ആയിരുന്നു. ഈ പിള്ളേർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല, ഇതെല്ലാം ലഭ്യമാണ്, ഓൺലൈനിലും ലഭ്യമാണ്. അതെങ്ങനെ മേടിച്ചുകൂടെ? അപ്പോൾ അതേപറ്റി അവർ അമേരിക്കയിലെ ആളുകൾ ഇതേപ്പറ്റി ബോധവാന്മാരാണ്. അവന്മാരിത് പിന്നെ സ്പ്രെഡ് ചെയ്ത് നിർത്തിവെച്ച് പിന്നെ വലിയ രീതിയിൽ കൺട്രോൾ ചെയ്തു. ഏഷ്യയിലും ആഫ്രിക്കയിലാണ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ എങ്ങനെയാണ് ഇതിനെപ്പറ്റി ബോധം? എനിക്ക് വാപ്പ പറഞ്ഞു തന്നാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇനി പോകുകയാണെങ്കിൽ തന്നെ പ്രിക്കോഷൻ എടുത്ത് പോയിക്കോണം. മനസ്സിലായില്ലേ? ഈ സംഭവം അല്ല, അത് ഓപ്പണായി പറയുന്നൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അത് നന്നായതാ. ഇവർക്ക് എന്തുകൊണ്ട് ഈ പിള്ളേർക്ക് അങ്ങനെ പിന്നെ നമ്മൾ പറയുന്ന ഈ പിള്ളേർ കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. കേൾക്കുന്നുണ്ടെങ്കിൽ ഇവരൊന്ന് പ്രിക്കോഷൻ എങ്കിലും എടുക്കില്ലേ? അങ്ങനെ ഇത്ര പ്രശ്നം വരില്ലല്ലോ ഈ സ്റ്റഡീസ് ശരിയാണെങ്കിൽ. അതെ. അപ്പോൾ ഇതിന് നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, കൊളോണിയൽ കാലഘട്ടത്തിൽ 1-ാം ലോക മഹായുദ്ധത്തിന് മുമ്പ് ചൈനയിലേക്ക് ബ്രിട്ടീഷുകാർ, ചൈന ഇടക്കിടയ്ക്ക് അവിടെ ഈ ബ്രിട്ടീഷുകാർക്ക് പിന്നെ ജനങ്ങൾ ഫൈറ്റ് ചെയ്യും. ഇതിനില്ലാതാക്കാൻ അവർ ചെയ്തത് ഇന്ത്യയിൽ നിന്ന് കറുപ്പ് ഓപ്പി അങ്ങോട്ട് കയറ്റി അയച്ചു. ഇത് അവിടുത്തെ ജനങ്ങളെ കഴിപ്പിച്ച് ശീലിപ്പിച്ചു. പയ്യന്മാരെല്ലാം തന്നെ ഒരുമാതിരി ഉറങ്ങി നടക്കുന്ന ആളുകളായി മാറി. ഇങ്ങനെ ഇതിനെ ഓപ്പിയം ഭാഗം അവിടെ ഉണ്ടായത്. ഇത് സ്ട്രാറ്റജി ആയിരുന്നു. ഇത് വേറെ രീതിയിലുള്ള ഓപ്പിയമാണ് ഈ ഫോൺ വഴിയുള്ള പുതിയ ഭാവുകത്വമായി ഈ പിള്ളേരിൽ എത്തുന്നത്. ദേ ആർ കംപ്ലീറ്റ്ലി അഡിക്റ്റഡ് ടു ദാറ്റ് സെൻസിബിലിറ്റി. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അത് മുമ്പൊക്കെയാണ് ഇത് പൈസക്കാർ പിള്ളേർ, നിങ്ങൾ നോക്കിയാൽ മതി. പണ്ട് ഈ കഞ്ചാവടി ഹിപ്പി ആയതൊക്കെ അധികം പൈസക്കാർ പയ്യന്മാരാണ്. ഇത് സാധാരണക്കാരന് പയ്യന്മാരെ വരെ സ്വാധീനിച്ചു, എല്ലാരെയും. ഈവൻ സ്കൂൾ കുട്ടികളെ പോലും. അതാണ് ആൺ പെൺ വ്യത്യാസമില്ല. കട്ടിങ് അക്രോസ് റിലീജിയസ്, സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്പെക്ട്രം. ഇതൊരു നാട് പൂർണ്ണമായും പരിവർത്തനത്തിന് വിധേയമാവുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? അടുത്ത ഘട്ടം എന്താ സംഭവിക്കുക? ഈ പിള്ളേരെ പറ്റി ഇപ്പോൾ നടന്നിട്ടുള്ള പുതിയ പഠനങ്ങൾ എല്ലാം പറയുന്നത് വെച്ചാൽ, ഇവർക്ക് സാധാരണ പല പഠനങ്ങളും IQ കുറവാണ്. പിന്നെ മാത്രമല്ല ഇവർ വളരെ പെട്ടെന്ന് ടയേർഡായി പോകും. ഇവർ ഫിസിക്കൽ എക്സസൈസ് കുറവാണ്. അതെ. നമ്മളെ കാലഘട്ടത്തിലാണ് ജിമ്മൊക്കെ വന്നത്. ഒരു ഭയങ്കര ഒരു സംഭവം ഉണ്ടായിരുന്നു, ജിമ്മിലൊക്കെ പോകാൻ താല്പര്യം നമുക്കുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ പറമ്പിൽ ജോലി ചെയ്യായിരുന്നു, നടക്കുമായിരുന്നു. ഇവർക്കതില്ല. ഒന്നെങ്കിൽ സ്കൂട്ടർ അല്ലെങ്കിൽ കാറ്, പിന്നെ ഈ പറയുന്ന സൈക്കിൾ പോലും ഇല്ല. പിന്നെ ഈ ചൂടത്ത് ഇവർക്ക് പകലെണീച്ച് അടക്കാൻ പറ്റില്ല. അതുകൊണ്ട് രാത്രി പകൽ കിടന്നു രാത്രി എണീച്ച് അടക്കും. അപ്പോൾ ഇവർ പൂർണ്ണമായി ഫിസിക്കലി ഒരു ഏജ് എത്തുമ്പോൾ ഇവര് ഭക്ഷണമൊക്കെ ജങ്ക് ഫുഡ് കൂടുതലാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ഒരു ഘട്ടം എത്തുമ്പോൾ ഇവരങ്ങ് ഫാറ്റിക്. ഒന്നാമത്തെ കാര്യം, സൈക്കോളജിക്കലി ഇവർ ഡൗൺ ആവും. ഇവര് ആസ്പിറേഷൻസ് വളരെ ഗ്ലോബലാണ്. ഇവരെ വിചാരം ഇതൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് അല്ല. ഇതിൽ ഓൾറെഡി അവിടെ സ്വാധീനമുള്ളവർക്ക് നല്ല പിടുത്തമുണ്ട്. അവരെ കയറ്റി വിടുള്ളൂ. ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്ന് തോന്നൽ ഉണ്ടാക്കുന്നതാണ്. ഈ പാവം പിള്ളേർ അതിൽ കൊണ്ട് തല വെച്ച് കൊടുക്കുകയും ചെയ്യും. അവസാനം ഇവൻ മിക്കവാറും എന്തായും ഇവനെ ശപിച്ചു തുപ്പുകയും ചെയ്യും. എന്നിട്ട് ഇവൻ നിരാശ ബാധിച്ച് അടുത്ത ഘട്ടം വരുന്നത്, ഈ നിരാശ ബാധിച്ച് ഈ ഇന്ത്യയിൽ മാറിയിട്ടുള്ള പല സിനിമാ നടികൾ ഇങ്ങനെ പെട്ടെന്ന് ഹൈപ്പിലേക്ക് വന്നു. അവർ നിങ്ങൾ നോക്കിയാൽ അവരെല്ലാം തന്നെ ഈ ഇവാഞ്ചലിസ്റ്റ് ക്രിസ്ത്യാനികളായി പിന്നെ മാറിയിട്ടുണ്ട്. കാരണം ഈ അവർക്ക് അതിന് ദിവസം ഇഷ്ടമുണ്ട്. ഒന്ന് ബൈബിള്, ഇനി ഇത്തരം സമയത്ത് നമ്മൾ ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബൈബിൾ നമ്മളെ സ്വാധീനിക്കും. അതിൽ മഗ്ദലന മറിയത്തിനെ ജീസസ് അവർക്ക് മോശം കൊടുക്കുന്ന സെൻസ് ഹിന്ദുക്കളെ വാക്കാണ് മോശം, അവരെ അംഗീകരിക്കുന്നതും
പാവപ്പെട്ട ആളുകളെടുത്ത് പോകുന്നു, ആശ്വസിപ്പിക്കുന്നതാണല്ലോ. ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവതരിപ്പിക്കാനുള്ള സംവിധാനം അവരുടെ കയ്യിലുണ്ട്, ഇവാഞ്ചലിസ്റ്റുകളുടെ കയ്യിൽ. ഈ പിള്ളേർ ഇങ്ങനെ ആയി മാറുമ്പോൾ അടുത്ത ഘട്ടത്തിൽ വരാൻ പോകുന്ന ഈ ഒരു സാധനമാണ്. ഓക്കെ, അങ്ങനെ ഒരു നമ്മൾ അപകടം ഈ കൂടിയുണ്ട്. മുസ്ലിം തീവ്രവാദം ഓൺലൈനായിട്ട് വരുന്നത് പോലെ ഈ സാധനം വരും. ഓക്കെ, തീവ്രവാദത്തിന് തടയാനുള്ള സംവിധാനം നമ്മുടെ കയ്യിലുണ്ട്. ഇതിനെ തടയാനുള്ള സംവിധാനമില്ല. അതിന് ഭരണഘടന എന്താ അനുവദിക്കുന്നുണ്ട്? ഇത് മതപരിവർത്തനം മതപരിവർത്തനം അനുവദിക്കുന്നു. അനുവദിക്കുന്നുണ്ട്. ഈ മതപരിവർത്തനം അനുവദിക്കാനുള്ള ഭരണഘടന ക്ലോസ് മോഡി മിക്കവാറും എടുത്ത് മാറ്റിയായിരുന്നു. അതുകൊണ്ടാണ് അതും കൂടി ഒരു കാരണം കൊണ്ടാണ് ആഞ്ഞ് ശ്രമിച്ച് കഴിഞ്ഞ ഇലക്ഷന് BJP 220 ഒതുക്കിയത്. മനസ്സിലായോ? ഇതിങ്ങനെ ഒരു പ്രോബ്ലം നടുവ് കിടക്കുന്നുണ്ട്. അല്ല, ഇതിപ്പോ അങ്ങനെ ഒരു സംവിധാനം, ആ ഒരു ശ്രമം വീണ്ടും ഉണ്ടായാൽ ഇവിടുത്തെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അതിനെ ശക്തമായി എതിർക്കും, അടിച്ചു തകർക്കും. ഇത് ഈ അല്ല, മതപരിവർത്തനം അതൊന്നുമില്ല. BJP ഭൂരിപക്ഷം കിട്ടി അവരത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആരും എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എന്തൊക്കെ ഇവർ ചെയ്യാൻ ശ്രമിച്ചു, നടക്കില്ല. ഓക്കെ. അതൊക്കെ മോഡി ചെയ്യും. പക്ഷെ മോഡി അത് കണക്കാക്കിയല്ല മോഡിനെ പൂട്ടിയത്. അതൊക്കെ ചെയ്യാൻ ശേഷിയുള്ളൊരുത്തം വേണ്ടേ? അത് കണക്കാക്കിയാണ് അങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവർ BJP 320 സീറ്റൊക്കെ കിട്ടിയെന്ന് അവർ കൃത്യമായിട്ട് ആ ക്ലോസ് എടുത്ത് മാറ്റിയിരുന്നു. അല്ല, ഈ ഈ ഈ കൾച്ചറൽ ഇൻവേഷൻ, ഈ വഴിതെറ്റിക്കൽ, പിന്നെ അഥവാ പറയും ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ മാറ്റം പറ്റുന്ന കോടതി വിധിയൊക്കെ അതിനെ മറികടക്കുന്ന സംവിധാനം അവർക്കറിയാം. അല്ല, ഈ കൾച്ചറൽ ഇൻവേഷനും നമ്മുടെ വഴിതെറ്റിക്കുന്ന യുവതലമുറയെ വഴിതെറ്റിക്കുന്ന സംഭവത്തിനും ഒക്കെ തന്നെ ഇന്ത്യ വലിയ രീതിയിൽ ചെറുത്തുനിൽപ്പ് നടത്തുന്നത് കൊണ്ടായിരിക്കണം ഇത് അകത്തും പുറത്തും ഭരണ നേതൃത്വം അതെ, അതെ. ശക്തമായ ആക്രമണം നേരിടുന്നത്, മോദിയെ ടാർഗറ്റ് ചെയ്യുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അബദ്ധം. നമ്മൾ ഇതിന്റെ ഒരു ഭീകരത നമ്മൾ കണ്ടത് നമ്മളെ സെൻസിബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ന് പദ്ധതി എനിക്കൊന്ന് ഓൺലൈനിൽ ഈ ന്യൂ ജനറേഷൻ പിള്ളേരുടെ ഇടയിൽ നരേന്ദ്രമോദിനെക്കാളും സ്വാധീനമുള്ളത് രാഹുൽ ഗാന്ധിക്കാണ്. രാഹുൽ ഗാന്ധി സത്യം ഈ നരേന്ദ്രമോദിയെ പക്ഷെ അതുകൊണ്ട് മറച്ചിടാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? നരേന്ദ്രമോദിനെ സപ്പോർട്ട് ചെയ്യുക ഈ നമ്മുടെ ജനറേഷനിൽപ്പെട്ട അതിന്റെ തൊട്ടുമുമ്പുള്ള ആളുകളെ ഭയങ്കര സപ്പോർട്ട് അങ്ങനെ ഉണ്ട്, സ്ത്രീകളെ സപ്പോർട്ട് ഉണ്ട്. പക്ഷെ ന്യൂ ജനെ സംബന്ധിച്ച് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ആയിരിക്കും. അല്ലെങ്കിൽ കാരണം നമ്മുടെ നാട്ടിലെ സിക്സ് പാക്ക് ഇൻസെൻസിബിൾ അല്ലാത്ത എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക, ഹൈപ്പ് ഉണ്ടാക്കുക. വേറെ അവരുടെ ഒരാൾ വേടനാണ്. വേടൻ എന്താ പക്ക ജാതിയല്ലേ പറയുന്നത്? നിന്റെ അച്ഛൻ നമ്പൂരി അല്ല, എൻ്റെ അച്ഛൻ മറ്റേതും അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ക ജാതിയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും ഗായകൻ അങ്ങനെയുള്ള ജാതി പറഞ്ഞിട്ടുണ്ടോ? ഇനി ഇതൊരു നായരാണ് പറഞ്ഞെങ്കിലോ? അപ്പൊ നിങ്ങൾക്ക് ജാതീയത, അപ്പൊ വേണം പറഞ്ഞ ജാതീയതല്ലേ? അല്ല, ഇപ്പൊ ഏതെങ്കിലും നമ്പൂതിരിയോ ബ്രാഹ്മണനോ ഇറങ്ങി മറ്റുള്ളവരെ ആക്രമിക്കുന്നുണ്ടോ? ഓക്കെ, നമ്മുടെ രാജ്യത്ത് അല്ല, പണ്ട് ബ്രാഹ്മൺസ് അങ്ങനെ ആക്രമിച്ചിട്ടൊന്നുമില്ല. അന്നത്തെ നിയമ സംവിധാനത്തിന്റെ ഭാഗമായിരുന്നത്, സോഷ്യൽ റൂൾ ഓഫ് ലോയുടെ ഭാഗമായിട്ടുണ്ടാക്കി അന്ന് ഈ നിയമങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. വേറെ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ആൾ ഇപ്പം രാഹുൽ മങ്കൂട്ടത്തിലെ രാഹുൽ എൻ്റെ വൈഫ് ഫ്രണ്ടാണ്. അപ്പോൾ എൻ്റെ ഇപ്പോഴും അവനൊരു ഫ്രണ്ട് പരിചയക്കാരനാവാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അവന് ആ കേസുകൾ നിൽക്കുകയാണ്. അപ്പം അതിൽ അവന് പിന്നെ ഒന്ന് കൂടുതൽ പെൺകുട്ടികളായിട്ട് ബന്ധമുള്ള അവൻ്റെ പേഴ്സണൽ കാര്യം. പക്ഷെ നമ്മളെ നാട്ടിൽ പൊതുവെ ഇത്തരം ടെൻഡൻസികൾ വരുമ്പോൾ അതിന് ഒരു ആക്സെപ്റ്റൻസ് കിട്ടില്ലേ? പക്ഷെ ഇന്നിപ്പോൾ രാഹുലിൻ്റെ ഓരോ വീഡിയോക്കും കിട്ടുന്നത് ആരാധകർ കൂടുതലാണ്. 300K ഒക്കെയാണ് രാഹുലിൻ്റെ ആഷ്മി ഇന്റർവ്യൂവിന് കിട്ടിയത്. അത് അധികം ഈ പിള്ളേരാണ്. വേറെ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ വേറൊരു ഫ്രണ്ട് രാഹുൽ ഈശ്വറിന്റെ ആ പെൺകുട്ടിയില്ല, സിനിമ നടി, ഇവിടെ ഇന്റർവ്യൂ എടുത്തത്. ഹണിക്കെതിരെയുള്ള വീഡിയോ ഏതാണ് 500K മറ്റാ പോയിരിക്കുന്നത്. അപ്പൊ ഇവരുടെ സെൻസിബിലിറ്റി, ഈ ജെൻസിയുടെ സെൻസിബിലിറ്റി എന്ന് വെച്ചാൽ ഇതിൽ രണ്ടിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സ്ത്രീകളാണ്. അതുപോലെ തന്നെ ഒരു പീഡിപ്പിക്കപ്പെടുന്നവൻ പുരുഷനാണ് എന്നുള്ള ഒരു തോന്നൽ. ഇതുവരെയുള്ള ചരിത്രത്തിലെ നമ്മുടെ ചിന്താഗതിയെ ഓപ്പോസിറ്റ് ആക്കുകയാണ്. അതിൽ ഗ്ലോബലി ഉണ്ടത്. അപ്പൊ ഇങ്ങനെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ രാഹുൽസ് ആണ് ഇവരുടെ ഒരു ഇപ്പോഴത്തെ റോൾ മോഡൽ. രാഹുൽ ഗാന്ധി സെൻസിബിൾ ആയിട്ട് എന്തോ സംസാരിച്ചെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. രാഹുൽ ഗാന്ധി ഇപ്പോൾ നടക്കാത്ത കുറേ സ്വപ്നങ്ങൾ പറയും. മോഡി പണ്ട് ജെൻസിയുടെ മോഡലായിരുന്നു. കാരണം അന്നത്തെ ജെൻസിയെ സംബന്ധിച്ചിടത്തോളം, അന്ന് നമ്മളൊക്കെ തൊട്ട് ജെൻസിയെ സംബന്ധിച്ച് മോഡി പറഞ്ഞ കാര്യങ്ങൾ പുതുമയും അവരെ സ്വാധീനിക്കാൻ പറ്റുന്നു. ഇപ്പോഴത്തെ എനിക്ക് രാഹുൽ ഗാന്ധി ആണ്. അങ്ങനെ മോഡിനെ രാഹുൽ ഗാന്ധി ക്രിട്ടിക് ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി നടക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഈ ജെൻസി വിചാരിക്കുന്നതൊക്കെ നടക്കുന്നതാണ്. കോൺഗ്രസ് ഭരിച്ചാൽ എന്ത് സംഭവിക്കും നമുക്കറിയാം. അപ്പോൾ ഞാൻ പലപ്പോഴും രാഹുൽ ഈശ്വർ എന്തുകൊണ്ടാണ് ഇത്രയും ശക്തമായിട്ട്, രാഹുൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു വളരെ നല്ല ഫാമിലി ലൈഫൊക്കെ ഉള്ള വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരാളാണ് രാഹുൽ. അപ്പൊ രാഹുൽ എനിക്ക് തോന്നുന്നില്ല ജെൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഈ കാറ്റഗറിന് ഇവിടെ ആരും അഡ്രസ് ചെയ്തിട്ടില്ല. ഓക്കെ, രാഹുലിന് ഈ രാഷ്ട്രീയത്തിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾ കൂടിയാണ്. നല്ല കാര്യങ്ങളൊക്കെ അവൻ മറ്റേ ഇതിലുണ്ടായ സമയത്ത്, യൂത്ത് കമ്മീഷനിലുണ്ടായ സമയത്ത് ഒരുപാട് കാര്യം അവൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ജെൻസിയുടെ സപ്പോർട്ട്, ഈ ജെൻസി ആണല്ലോ അടുത്ത സീനിയേഴ്സ്. അത് കഴിഞ്ഞ് അൽഫ വരുന്നു. അത് ഇതിനെക്കാട്ടും പിന്നെ ഗ്ലോബലി കണക്റ്റഡ് ആണ്. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് ബേസ് ഉണ്ടായി കഴിഞ്ഞാൽ രാഹുലിന് ഭാവിയിൽ ഒരു പ്രസ്ഥാനമായി മാറാൻ പറ്റും. ഇന്ന് ഈ ചീത്ത മൊത്തം രാഹുൽ കേൾക്കുന്നത് അതിന് വേണ്ടിയുള്ള അസറ്റാന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും പറയുന്നത് ഗാന്ധി ഇതുപോലെ
ഗാന്ധി വന്ന സമയത്ത് സകല ആളുകളും ഗാന്ധി കുറ്റം പറയായിരുന്നു. പിന്നെ ഗാന്ധിയായി. ഓക്കെ, അങ്ങനെ ഒരു ചിന്തയുണ്ട്. അപ്പൊ ഞാനത് പറഞ്ഞാണ് ഇതിന് ഇന്റൻസിറ്റി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ ഇതിന് പിന്നെ വളരെ കൃത്യമായിട്ട് ഇതിനെ കൺട്രോൾ ചെയ്ത് ടെക്നോളജിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ചൈന അതുകൊണ്ടാണ് അവരുടെ സ്വന്തം ടെക്നോളജി ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, പക്ഷെ നമുക്കത് പറ്റിയിട്ടില്ല. നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ 4 ഉപരോധം അമേരിക്കൻ്റെ ഭാഗത്ത് ഇങ്ങോട്ട് വരും. ഒരു പരിധി കൂടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അല്ല, എനിക്ക് നമ്മളത് ചെയ്യുമെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ നമ്മൾ ഈ മണി ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതി നമ്മൾ ചെയ്യുന്നതിന്റെ പ്രശ്നമാണ് ഇടക്കിടക്ക് ഇപ്പോൾ ട്രംപ് മോഡിക്കിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ അതെ അതെ, ആ ഉപരോധം ഈ ഉപരോധം കണ്ണു കിട്ടുന്നുണ്ട്. ഇത് അവർക്ക് പോസിബിൾ ആണ്. നിങ്ങൾ ഇതിന്റെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ സോവിയറ്റ് റഷ്യനെ തകർത്തു, പിന്നെ അടുത്ത് ചെറിയ ചെറിയ രാജ്യങ്ങളെ തകർത്തു, ലിബിയ, സിറിയ, അതൊക്കെ. ഇനിയിപ്പോൾ ഇറാനായിരുന്നു പുറത്തുണ്ടായിരുന്ന നോൺ ന്യൂക്ലിയർ ആയിട്ട് പ്രധാനപ്പെട്ട രാജ്യം. ഇറാൻ ഇപ്പം തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇറാനെ തകർക്കാൻ വേണ്ടി ജനാധിപത്യം കൊണ്ടുവരാൻ, നമ്മളൊക്കെ ജനാധിപത്യം വരാൻ വേണ്ടിയിട്ടാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇവർക്ക് ജനാധിപത്യം കൊണ്ടുവരാൻ നല്ല ഒരു ഉദ്ദേശം, അവരുടെ ഒരു സംവിധാനം അവിടെ നടപ്പിലാക്കണം, അത്രേ ഉള്ളൂ. അപ്പം ഇറാൻ കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ അടുത്ത പ്രശ്നം വരുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ന്യൂക്ലിയർ പവറാണ്. നോർത്ത് കൊറിയ ന്യൂക്ലിയർ പവർ തൊട്ട് കളിച്ചാൽ ചിലപ്പം, മാത്രമല്ല ഇന്ത്യക്ക് വേണ്ടി നമ്മൾ മലയാളിയൊക്കെ സ്നേഹമുള്ളത്, നോർത്ത് ഇന്ത്യക്കാരൊക്കെ ഇന്ത്യക്ക് വേണ്ടി ജിഹാദ് ചെയ്യാൻ തയ്യാറായി നടക്കുന്ന ആളുകളാണ്. അവന്മാർ അവിടെയൊക്കെ പോയി പൊട്ടിക്കും ഇന്ത്യനോട് കളിച്ചാൽ. ഇത് പേടി അവർക്കുണ്ട്. അതിനാണ് അവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെയുള്ള ഇറാൻ പോലെ സിനിമയൊന്നും നിരോധിച്ച സൊസൈറ്റി അല്ല നമ്മുടേത്. ഇവിടെ ഈ സാധനം ഇട്ട് കളിക്കുന്നു. ചൈനയിൽ ഈ സാധനം ഇട്ട് നോക്കി ചൈന സംഭവം നിരോധിച്ചു. നമ്മളിത് നിരോധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി കൂടുതൽ ടിക്ടോക്ക് നിരോധിക്കുന്ന പോലല്ല. സായിപ്പിന്റെ സാധനങ്ങൾ പരിധി കൂടുതൽ നിരോധിച്ചു കഴിഞ്ഞാൽ പല രീതിയിലുള്ള സമ്മർദ്ദങ്ങളും ഉപരോധങ്ങളും നമ്മളെ വരും. നമ്മളിടയിലുള്ള ആളുകൾ തന്നെ കുത്തിത്തിളക്കി ഈ രാഹുൽ ഗാന്ധിനൊക്കെ കുത്തി ഇളക്കി വിടും. മനസ്സിലായി? അപ്പൊ ഇതാണ് ഇപ്പൊ രാഹുൽ ഗാന്ധി പറയുന്നത്, ഈ അമേരിക്കയുടെ മുന്നിൽ ഇന്ത്യ എന്താണ് കീഴ്പ്പെട്ടു, പിന്നെ എന്ത് ചെയ്യുന്ന ട്രംപിന്റെ വണ്ടീന്റെ മുന്നിൽ പോയിട്ട് അടച്ചു കൊടുക്കേണ്ടിയിരുന്നു. നമ്മൾ ശത്രുവിനെ മനസ്സിലാക്കണ്ടേ, ശത്രുവിന്റെ ശക്തി മനസ്സിലാക്കണ്ടേ, ഇതിന് പതുക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ശരിയാണ്. അപ്പം ഈ രീതിയിൽ ഒരു ഗ്ലോബൽ അജണ്ട ഇതിന്റെ പിന്നിലുണ്ട്. ഞാൻ പണ്ട് MA പഠിക്കുമ്പോൾ പുസ്തകം വായിച്ചിരുന്നു, ഇത് പൊളിറ്റിക്സ് ബിഹൈൻഡ് കയ്യിലുണ്ട പുസ്തകം, ഇൻഫർമേഷൻ ടെക്നോളജി എന്ന്. അതിൽ ഇത് പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട്. ഇത് കൾച്ചറൽ സ്പ്രിയനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് ഈ നമ്മളെ കാലത്തെ ന്യൂ ജനറേഷൻ പോലെ അല്ല ഈ ന്യൂ ജനറേഷൻ. ഇവർ കംപ്ലീറ്റ്ലി ഒരു കണക്റ്റഡ് ടു ദ വെസ്റ്റേൺ. നമ്മൾ പാർഷ്യലി കണക്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് ഒരു പേജ് കട്ട് ചെയ്യാൻ എളുപ്പമാണ്. ഇത് കംപ്ലീറ്റ്ലി കണക്റ്റഡ്. അതിന്റെ അടുത്ത ഘട്ടം നിരാശയൊക്കെയാണ് വരാൻ പോകുന്നത്. ഇവിടെയാണ് മറ്റേ സാധനം വരാൻ പോകുന്നത്. ഏത് ഈ റിലീജിയസ് സാധനം വരാൻ പോകുന്നത്. അതെല്ലാം കൂടി വരുമ്പോൾ നമ്മുടെ ആ ഒരു കൾച്ചറിനെ അടിച്ചമർത്താം എന്നുള്ള ഒരു ലക്ഷ്യം, ആ ഒരു ലക്ഷ്യത്തിലേക്ക് അവരെത്താമെന്നാണ് അവരിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് അവരുടെ പരിപാടി. എന്തായാലും അത്തരത്തിലുള്ള നീക്കങ്ങൾക്കൊക്കെ തടയിടുവാൻ ഉള്ള ബ്രെയിൻ ഇന്ത്യയിലുണ്ട്, ഭരണ നേതൃത്വത്തിനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലേ? നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. അപ്പോൾ മോഡിനെ പോലുള്ള ആളുകൾ കണ്ടിന്യൂ ചെയ്യുന്ന കാലത്തോളം ഉണ്ടാവും. യെസ്, ഇതാണ് ജെൻസി ആൽഫ കിഡുകളെല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അവർ ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിൻ്റെ പിന്നിൽ ഇത്തരത്തിലുള്ള അജണ്ടകളുണ്ട് എന്ന് ഫക്രുദ്ദീൻ അലി പറഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും അത് വളരെ സെൻസിബിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കടന്നില്ല എങ്കിൽ, പ്രതിരോധ നടപടിയിലേക്ക് കടന്നില്ല എങ്കിൽ ഇന്ത്യയുടെ നാളെ ഒരുപക്ഷെ ഇരുൾ അടഞ്ഞതായേക്കാം. അതിൽ നിന്നും മുക്തി നേടി പുറത്തെത്തുവാൻ വലിയ സ്ട്രഗിൾ തന്നെ വേണ്ടി വന്നേക്കും. അപ്പോൾ അതിന് മുൻപ്, ആ ഇരുളടഞ്ഞ നാളുകളിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് രക്ഷ വേണം. ആ രക്ഷ എവിടെയെന്ന് കൃത്യമായി നമ്മൾ ചർച്ചയുടെ അവസാനം പറഞ്ഞു വെക്കുന്നുണ്ട്. അതൊരു പൊളിറ്റിക്കൽ അജണ്ടയൊന്നുമല്ല, അതൊരു കൾച്ചറൽ അജണ്ടയാണ്. നമുക്ക് ആ കൾച്ചറൽ റെസിസ്റ്റൻസ് കൂടിയേ തീരൂ. അത് നമ്മുടെ നാടിൻ്റെ, നമ്മുടെ ജനങ്ങളുടെ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചതിൽ. ടോക്കിംഗ് പോയിന്റിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.